G7 ഉച്ചകോടിക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റലിയിലേക്ക് യാത്ര തിരിച്ചു. മൂന്നാം തവണയും അധികാരത്തിലേറിയ ശേഷം ആദ്യമായാണ് പ്രധാനമന്ത്രി വിദേശയാത്ര നടത്തുന്നത് എന്ന പ്രത്യേകത കൂടിയുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ, കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ തുടങ്ങിയവരുമായി നരേന്ദ്രമോദി ചർച്ച നടത്തുമെന്നാണ് കരുതുന്നത്. ഐസൻ ജോസ് ചേരുകയാണ് വിവരങ്ങളുമായി. ഐസൻ, പ്രധാനമന്ത്രി ഇറ്റലിയിലേക്ക് പോയിട്ടുണ്ട്, വിവരങ്ങൾ. ഇറ്റലിയിലേക്ക് അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി പുറപ്പെട്ടത് എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് ഈ ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായുള്ള പ്രധാനമന്ത്രി ഈ G7 രാജ്യങ്ങളുടെ പ്രതിനിധികളെ അഭിസംബോധന ചെയ്യുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, പ്രധാനപ്പെട്ട ചില നയതന്ത്ര നീക്കങ്ങൾക്കും പ്രധാനമന്ത്രി നാളെ തുടക്കം കുറിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതാണ്, പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം, അതായത് മൂന്നാമതും തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടക്കുന്ന ആദ്യ വിദേശയാത്രയാണിത്. അത് ഇറ്റലിയിലേക്കാണ്. ഇറ്റലിയിൽ ഈ നടക്കുന്ന, അതായത് G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡനുമായി ഒരു പക്ഷേ കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന സൂചനകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായും കൂടിക്കാഴ്ച നടക്കും. നേരത്തെ അനു വ്യക്തമാക്കിയതുപോലെ അന്താരാഷ്ട്ര നേതാക്കന്മാരുമായുള്ള കൂടിക്കാഴ്ചയിൽ ജസ്റ്റിൻ ട്രൂഡോയുടെ പേരും ഒരു പരിധിവരെ കാണാനുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായിരിക്കുന്നതിനാൽ ഈ കൂടിക്കാഴ്ച നടക്കുമോ ഇല്ലയോ എന്നൊരു ആശങ്ക വിദേശകാര്യ നിരീക്ഷകരെല്ലാം തന്നെ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പ്രധാനമായും എടുത്തു പറയേണ്ട വസ്തുത, ഈ അമേരിക്കയുടെ ചില നീക്കങ്ങൾ, പ്രധാനപ്പെട്ട ചില നീക്കങ്ങൾ G7 രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട G7 സമ്മേളനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നു എന്നതാണ്. അതിലേറെ പ്രാധാന്യമർഹിക്കുന്നതാണ് യുക്രൈനുമായുള്ള ബന്ധവും യുക്രൈന് മറ്റ് സഹായങ്ങൾ ലഭ്യമാക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളിലുള്ള ചില ചർച്ചകളും ചില തീരുമാനങ്ങളും ഉണ്ടാകുമെന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു അന്താരാഷ്ട്ര ഗൗരവമേറിയൊരു വിഷയം. ഈ റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായുള്ള അമേരിക്കയുടെ നിലപാടുകൾക്ക് അനുകൂലമായ ഒരു പ്ലാറ്റ്ഫോമാണ് യുക്രൈനിൽ അമേരിക്ക സൃഷ്ടിക്കുന്നത് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവരെ നാറ്റോയിലേക്ക് ഉൾപ്പെടുത്തുക, അത്തരത്തിലുള്ള നീക്കങ്ങളും പുരോഗമിക്കുന്നു എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ടൊക്കെ അംഗീകാരം ലഭിച്ചിരിക്കുന്നു, യൂറോപ്യൻ യൂണിയൻ അംഗത്വത്തിനുള്ള അംഗീകാരം ലഭിക്കുന്നു. അത്തരത്തിലുള്ള നീക്കങ്ങളെല്ലാം തന്നെ ഒരു യൂറോപ്യൻ സമൂഹമായ യുക്രൈനെ അവരുടെ ഭാഗമാക്കുന്നതിനുള്ള നീക്കങ്ങൾ കാര്യക്ഷമമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആക്സലറേറ്റ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിനെ കുറേ കൂടി പ്രേരകമായേക്കാവുന്ന നടപടികൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നും യുക്രൈനെ പിന്തുണയ്ക്കുന്നതിനുണ്ടാകുമെന്നതാണ് ഈ അന്താരാഷ്ട്ര നിരീക്ഷകരെല്ലാം നോക്കിക്കാണുന്ന G7 രാഷ്ട്രങ്ങളുടെ സമ്മേളനത്തിലെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഘടകം. സ്വാഭാവികമായും പ്രധാനമന്ത്രി നാളെ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന പരിപാടിയിൽ ചർച്ചകളിൽ വിമർശനാത്മകമായ കാര്യങ്ങൾ എന്നതിനപ്പുറം വിഭാവനപരമായ, അതായത് പുരോഗമനപരമായ നിരവധി പരിപാടികൾ വിഭാവനം ചെയ്യുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനിയും വരേണ്ടതുണ്ട്. തീർച്ചയായും അന്താരാഷ്ട്ര തലത്തിൽ യൂറോപ്യൻ യൂണിയനുമായും അതുപോലെ തന്നെ അമേരിക്കയുമായുള്ള സ്പേസ് മുതൽ സാധാരണ കാർഷിക രംഗം വരെയുള്ള സഹകരണത്തിന് കാര്യക്ഷമമായ ഇടപെടലുകൾ ഉണ്ടാകേണ്ടതുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല, അന്താരാഷ്ട്ര സമാധാന വിഷയങ്ങളെല്ലാം തന്നെ ശക്തമായി ഒരു വിഷയമായി തന്നെ നിലനിൽക്കുന്നൊരു സാഹചര്യമുണ്ട്. ഈ യുക്രൈൻ്റെ യുദ്ധമാകട്ടെ, അതുപോലെ തന്നെ ഗാസയിലെ പ്രശ്നങ്ങളാകട്ടെ, ഇതെല്ലാം ചർച്ചകളിൽ G7 രാജ്യങ്ങളുടെ ചർച്ചകളിലെത്തും. ആ ചർച്ചകളിലെല്ലാം തന്നെ ഏത് നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക എന്ന് ചർച്ചകളിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിക്കുന്ന ഒരു സാഹചര്യം അല്ലെങ്കിൽ കൂടി നയപരമായ ഔട്ട്റീച്ച് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ഒരു നയപരമായ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, G7 രാജ്യങ്ങളും അതുപോലെ തന്നെ G20 രാജ്യങ്ങളുടെയും ഒരു കൂട്ടായ്മയുണ്ട്. ഈ G20 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഇക്കഴിഞ്ഞ ദിവസമാണ് ഇക്കഴിഞ്ഞ വർഷമാണ് G20 രാജ്യങ്ങളുടെ കൂട്ടായ്മ ഭാരതത്തിൽ അവരുടെ സമ്മേളനം, അന്താരാഷ്ട്ര സമ്മേളനം നടന്നത്. അത് നരേന്ദ്രമോദി തന്നെ അധ്യക്ഷം വഹിക്കുകയും ഭാരതം തന്നെ അതിനെ ആതിഥ്യമരുളുകയും ചെയ്തിരുന്നു. ഈ സമ്മേളനത്തിലാണ് G20 എന്ന് പറയുന്ന ആ രാഷ്ട്ര സമൂഹ സങ്കല്പത്തെ തന്നെ വ്യാപകമാക്കുന്ന ഒരു നീക്കമുണ്ടായത്. ആഫ്രിക്കൻ യൂണിയനെ ഉൾച്ചേർക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുണ്ടായത്. സ്വാഭാവികമായും ഗ്ലോബൽ സൗത്ത് എന്ന് പറയുന്ന ശക്തമായ ഒരു സംവിധാനത്തെ ഒരു ഗ്ലോബൽ നോർത്ത് എന്ന് ഒട്ടൊക്കെ പറയാവുന്ന ഒരു സംവിധാനവുമായി ചേർത്ത് നിർത്തുകയും വിലപേശേണ്ടിടത്ത് വിലപേശുകയും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടിടത്ത് അത്തരത്തിലുള്ള കൂട്ടായ വിലപേശലുകൾ സാധ്യമാക്കുകയും ചെയ്യുക, അത്തരത്തിലുള്ള നിരവധിയായ നീക്കങ്ങൾ നയതന്ത്ര തലത്തിൽ നടക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ നീക്കങ്ങളെല്ലാം തന്നെ നാളത്തെ പ്രധാനമന്ത്രിയുടെ അഭിസംബോധനയോ തൊട്ടടുത്ത ദിവസത്തെ അഭിസംബോധനകളോ കൊണ്ടോ യാഥാർത്ഥ്യമാകില്ലെങ്കിലും അത് സംബന്ധിച്ച് അടിസ്ഥാനപരമായ പല ധാരണകളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന വിഷയം അതിർത്തി കടന്നുള്ള തീവ്രവാദം സംബന്ധിച്ചൊരു വിഷയമാണ്. ഈ അടുത്ത ദിവസങ്ങളിലാണ്, അതായത് നമുക്കറിയാവുന്നതാണ്, ഈ G7 ഉച്ചകോടി നടക്കുന്ന അവിടെ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഖലിസ്ഥാൻ ഭീകരർ തകർക്കുകയും മോദിയെ അറസ്റ്റ് ചെയ്യണം, അത്തരത്തിലുള്ള സ്ലോഗനുകളെല്ലാം
വാക്കുകളെല്ലാം തന്നെ മുദ്രാവാക്യങ്ങളെല്ലാം തന്നെ അതിനെ താഴെയുള്ള തറയിലും അതുപോലെ തന്നെ പരിസരങ്ങളിലും എഴുതി വയ്ക്കുകയും ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇരു രാജ്യങ്ങളും, അതായത് കാനഡയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം വഷളാകുന്നത് പരിഹരിക്കുന്നതിനുള്ള നീക്കങ്ങൾക്ക് തടയാകാനുള്ള അല്ലെങ്കിൽ ഒരു വിഘ്നം വരാനുള്ള സാധ്യതയും ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. വീണ്ടും ഖലിസ്ഥാൻ ആക്രമണം മഹാത്മാഗാന്ധിയുടെ സ്മരണകൾക്ക് മുന്നിൽ നടത്തുന്നു എന്നത് അതീവ ഗൗരവതരമായൊരു വിഷയമായി തന്നെ കണക്കാക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായും അത്തരമൊരു സാഹചര്യം നിലനിൽക്കുകയാണെങ്കിൽ ജസ്റ്റിൻ ട്രൂഡോയുമായുള്ള കൂടിക്കാഴ്ചയുടെ സാഹചര്യം കാത്തിരുന്ന് കാണേണ്ടതുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ഇത് തന്നെയായാലും ഫ്രീ ട്രേഡ് എഗ്രിമെൻ്റ് ഇല്ലാതാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ നയതന്ത്ര പ്രതിനിധികളെ പിൻവലിക്കുക, അത്തരത്തിൽ നിരവധിയായ നയതന്ത്രപരമായ ചില റീറ്റാലിയേഷൻ പ്രതികരണങ്ങൾ ഭാരതത്തിൻ്റെ ഭാഗത്തു നിന്ന് പലതവണയായി ഉണ്ടായിട്ടുണ്ട്. നേരത്തെ അന്നും വിദേശകാര്യമന്ത്രിയായിരിക്കുന്ന എസ് ജയശങ്കർ കർശനമായ നിലപാടുകളാണ് ഇക്കാര്യത്തിൽ എടുക്കുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ സാഹചര്യങ്ങളെല്ലാം തന്നെ നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ കാനഡയുമായി കൂടിക്കാഴ്ച നടക്കുകയാണെങ്കിൽ അത് ചരിത്രപരമായൊരു കൂടിക്കാഴ്ചയായിരിക്കുമെന്ന കാര്യത്തിലും തർക്കമില്ല. നടന്നില്ലെങ്കിൽ അത് വീണ്ടും രാജ്യങ്ങൾ തമ്മിലുള്ള അകലം വർദ്ധിക്കാനുള്ളൊരു സാധ്യതയിലേക്കും വിരൽ ചൂണ്ടുമെന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മാത്രമല്ല, ഇനി പുതിയ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു. പുതിയ സർക്കാരിൻ്റെ പുതിയ നയപരമായ നീക്കങ്ങൾ, അതായത് വരാനിരിക്കുന്ന ബജറ്റിലുണ്ടാകുന്ന ആശയപരമായ നീക്കങ്ങളുടെ ഏതാണ്ടൊരു ധാരണ തീർച്ചയായും പ്രധാനമന്ത്രിക്കും മന്ത്രിസഭയ്ക്കും ഉണ്ടാകും. ആ ധാരണ കൂടി ഉള്ളിൽ വെച്ചുകൊണ്ടുള്ള, മനസ്സിൽ വെച്ചുകൊണ്ടുള്ള ഒരു ചർച്ചകളായിരിക്കും ഉണ്ടാവുക. സ്വാഭാവികമായും നമുക്കറിയാവുന്നതാണ്, പല രംഗങ്ങളിലും 100% മുതൽ 50% മുതൽ 100% വരെ വിദേശ നിക്ഷേപം തുറന്നു കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടാകും. സ്വാഭാവികമായും അത്തരത്തിലുള്ള വാണിജ്യപരമായ നീക്കങ്ങളുടെ സാധ്യതകൾ ഈ വികസിത രാജ്യങ്ങളുമായി അല്ലെങ്കിൽ G7 രാജ്യങ്ങളുമായി നടത്തുന്നതിനുള്ള ചർച്ചകളും വളരെ കാര്യക്ഷമമായി പുരോഗമിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുതന്നെയായാലും പ്രധാനമന്ത്രി തിരിച്ചിരിക്കുന്നു. നാളെ പ്രധാനമന്ത്രിയുടെ ഔട്ട്റീച്ച് പ്രോഗ്രാമിലെ അഭിസംബോധന ഉണ്ടാകും. അതിനു മുൻപ് ഈ G7 രാജ്യങ്ങളിലെ പ്രതിനിധികളുമായി, ഏത് പ്രതിനിധികളുമായും കൂടിക്കാഴ്ച ഉണ്ടാകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അമേരിക്കൻ പ്രസിഡന്റിൻ്റെയും അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇറ്റാലിയൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയായിരിക്കും ഏതാണ്ട് ഉറപ്പിച്ച മട്ടിൽ ഇപ്പോൾ നടക്കുക എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അനു, ഹൈസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.